ഹായ് ഓൾ. ഇന്ന് ഈദിൻ്റെ തലേ ദിവസം പർച്ചേസിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കണം. നിങ്ങൾ ഫാമിലി ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഉമ്മ, വാപ്പ, ഇക്ക, വൈഫ്, പിള്ളേർ എല്ലാവരും കൂടി ഇറങ്ങിയിരിക്കുന്നത്. കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഒരു ദൂരെ മുഗൾ മാളിൻ്റെ ഫ്രണ്ടിലായിട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ പ്രിസത്തിലോട്ട് പോയി. ക്രാഫ്റ്റ് ഐറ്റംസ് കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നാളത്തെ ഈദിനുള്ള പ്ലേറ്റും ഗ്ലാസ്സും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ നാളെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്, ഇവാൻ്റെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ കുറച്ച് എല്ലാവരെയും വിളിച്ചിട്ട് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത്ര അധികം പേരില്ല, എന്നാലും ഫാമിലി കുറച്ച് പേര്. അപ്പം ഞങ്ങൾ കുറച്ച് ബലൂൺസ്, പ്ലേറ്റ്, കപ്പ് അതൊക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. എന്താണെന്നറിയില്ല, ക്രാഫ്റ്റ് ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാം വാങ്ങാൻ തോന്നുന്നു. എന്ത് കാര്യത്തിനാണെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. ഈ ഫ്ലവർ നോക്കി എന്ത് ഭംഗിയാണല്ലോ ഈ ഫ്ലവർ വെച്ചേക്കണം കാണാനായിട്ട്. ഞാൻ ആലോചിച്ചു ഷോപ്പിൽ ഇങ്ങനെ വെച്ചാലോ, നല്ല രസമുണ്ട് എന്ന് വെച്ചാൽ ഒരു വൈബുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ആ ഒരു ഇതിൽ ഫോട്ടോ ഒക്കെ എടുത്താൽ നല്ല രസമല്ലേ. ഞങ്ങൾ അന്ന് സാധനം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഉമ്മാക്ക് ഒരു സാരിയും കൂടി വേണമെന്ന് പറഞ്ഞു ഇതിനെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 4 മക്കളിലോട്ട് പോയി. ഉമ്മാനെ അവിടെ ആക്കിയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഷവർമ്മ വാങ്ങാൻ വേണ്ടി ഷവർമ്മ കടയിൽ പോയിട്ട്, ഹേസൻബർഗിൻ്റെ ട്രക്ക് അങ്ങനെ എന്തോന്ന് ഷവർമ്മ കടയുടെ പേര്. ഇവിടുത്തെ ഷവർമ്മ എനിക്ക് ഇഷ്ടമാണ്. സ്പൈസി സ്വീറ്റ്സ് ലാറ്റസിൻ്റെ ഷവർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ 4 വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാനൊരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കൊച്ചിനുള്ള പാമ്പേഴ്സ് വാങ്ങിച്ചിട്ടോ. അവിടെ ചെറിയ പാമ്പേഴ്സ് ഒന്നും ഉണ്ടായില്ല, വലിയ പാക്കറ്റ് വാങ്ങിച്ചു. ഇതാണ് എൻ്റെ ഇന്നത്തെ കോലം. ഒരു മേക്കപ്പ് പോലും ഞാനൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നവ്യ ബേക്കറി പോയി, കൊടുങ്ങല്ലൂരുള്ള. അവിടെ പോയിട്ട് അവിടെ ഒരു ദോശയുടെ സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദോശ, എല്ലാവർക്കും ഉള്ള ദോശ ഓർഡർ ചെയ്തു. പിന്നെ അവിടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ്, അത് എന്ത് ഓർഡർ ചെയ്യാമെന്ന് നോക്കിയാലും ഏത് ഷോപ്പിൽ ചെന്നാലും ആ സാധനം അവിടെ ഉണ്ടാവില്ല. ഇത് എപ്പോൾ കഴിയും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ജ്യൂസും ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. അപ്പം നാളെ ഈദാണ്, വീട്ടിലെല്ലാവരും വരും. അതിൻ്റെ പരിപാടിയൊക്കെയാണ്. മൈലാഞ്ചിയൊക്കെ വാങ്ങാൻ മറന്നുപോയി. ഇതെൻ്റെ ഐഫോണിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. പക്ഷേ എന്ത് ക്ലാരിറ്റിയാണെന്ന് നോക്കിയ വീഡിയോ ഒക്കെ, എന്നെ മാത്രം കാണാൻ ഭംഗിയില്ല എന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നാളത്തെ ഈദ് വിശേഷമായിട്ട് ഞാൻ പിന്നെ വരാം. ഓക്കെ, ബായ്.